ഗാസയിലെ കൂട്ടക്കുരുതി ഇസ്രായേലിന് തിരിച്ചടിയാകുന്നു. ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ആവശ്യപ്പെടുന്നത് മറ്റാരുമല്ല, ജൂതന്മാർ തന്നെ. 450-ലേറെ പ്രമുഖരായ ജൂതന്മാരാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയിൽ ആ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. ഇസ്രായേൽ ഉദ്യോഗസ്ഥർ, ഓസ്കാർ ജേതാക്കൾ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് തുറന്ന കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഗാസ വംശഹത്യയെ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി വേണമെന്നും UN-നോടും ലോക നേതാക്കളോടും കത്തിൽ ആവശ്യപ്പെടുന്നു. പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം ജൂതമതത്തെ വഞ്ചിക്കലല്ല, അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കലാണെന്നാണ് കത്തിൽ ഒപ്പിട്ടവർ പറയുന്നത്. ഒരു ജീവൻ നശിപ്പിക്കുന്നത് ഒരു ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് പണ്ഡിതർ പഠിപ്പിച്ചത്. ഈ വെടിനിർത്തൽ അധിനിവേശത്തിൻ്റെയും വർണ്ണവിവേചനത്തിൻ്റെയും അവസാനത്തിലേക്ക് നീങ്ങുന്നതുവരെ വിശ്രമിക്കില്ലെന്നും അവർ വിശദമാക്കി. ഇസ്രായേൽ നെസറ്റ് മുൻ സ്പീക്കർ അബ്രഹാം ബെർഗ്, ഇസ്രായേൽ മുൻ സമാധാന ചർച്ചാ പ്രതിനിധി ഡാനിയൽ ലെവി, ബ്രിട്ടീഷ് എഴുത്തുകാരൻ മൈക്കൽ റോസൻ, കനേഡിയൻ എഴുത്തുകാരി നവോമി ക്ലീൻ, ഓസ്കർ ജേതാവായ ചലച്ചിത്ര നിർമ്മാതാവ് ജൊനാഥൻ ഗ്ലേസർ, US നടൻ വാലസ് ഷോൺ, എമ്മി ജേതാക്കളായ ഇലാന ഗ്ലേസർ, ഹന്ന ഐൻബിൻഡർ, പുലിസർ സമ്മാന ജേതാവ് ബെഞ്ചമിൻ മോസർ എന്നിവർ കത്തിൽ ഒപ്പിട്ടവരിൽ ഉൾപ്പെടുന്നു. വ്യാഴാഴ്ച ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ യോഗം ചേരുന്നതിനിടെയാണ് കത്ത് പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും വിധികൾ മാനിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ആയുധ കൈമാറ്റം നിർത്തിവെക്കുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത് അന്താരാഷ്ട്ര നിയമലംഘനങ്ങളിൽ ഇസ്രായേൽ പങ്കാളിയാകുന്നത് ഒഴിവാക്കണം. ഗാസയ്ക്ക് മതിയായ മാനുഷിക സഹായം ഉറപ്പാക്കുകയും വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന ട്രംപിൻ്റെ നിലപാടിനും തിരിച്ചടി. ഇതിന് വിപരീതമായാണ് അമേരിക്കയിൽ പൊതുജനാഭിപ്രായം. റോയിറ്റേഴ്സ് ഇപ്സോൺ അഭിപ്രായ സർവേയിലാണ് ഈ അഭിപ്രായം അമേരിക്കക്കാർ രേഖപ്പെടുത്തിയത്. പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കണമെന്നും അതുവഴി മിഡിൽ ഈസ്റ്റിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാകണമെന്നും ഭൂരിഭാഗം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നതായി പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. 6 ദിവസം കൊണ്ട് നടത്തിയ പോളിൽ പങ്കെടുത്ത 59% പേർ പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കുന്നതിനെ പിന്തുണച്ചപ്പോൾ 33% പേർ ഇതിനെ എതിർത്തു. ബാക്കിയുള്ളവർ വിഷയത്തിൽ വ്യക്തതയില്ലാത്തവരോ ചോദ്യത്തിന് ഉത്തരം നൽകാൻ താല്പര്യമില്ലാത്തവരോ ആയിരുന്നു. ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട 53% പേർ ഇതിനെ എതിർത്തു. 41% പേർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. പോളിൽ പങ്കെടുത്തവരിൽ 60% പേർ ഗാസയിലെ ഇസ്രായേലിൻ്റെ നടപടി അതിരുകടന്നതാണെന്ന് പറഞ്ഞു. 32% പേർ ഇതിനോട് വിയോജിച്ചു.